വാർത്തയിലേക്കാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് വനിതാ നേതാവിനെതിരെ കേസെടുത്തു. നഫീസത്ത് നാസറിനെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ മടക്കരയിൽ മുസ്ലിം ലീഗ് CPM സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് കലാപമുണ്ടാക്കുന്ന വിധത്തിലുള്ള ശബ്ദ സന്ദേശം ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. മടക്കറിലേക്ക് വരണം, എല്ലാം നമ്മുടെ പള്ളിന്റെ എല്ലാം പൊളിക്ക് തെറിഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് വരണം, എല്ലാവരും പെട്ടെന്ന് മടക്കറിലേക്ക്. ജുമാഅത്ത് പള്ളിന്റെ വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ഒരു കലാപ ശ്രമത്തിനുള്ള മുസ്ലിം ലീഗ് വനിതാ നേതാവിന്റെ ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കാസർഗോഡ് ജില്ലയിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഇത് ചെറുവത്തൂരിൽ LDF UDF സംഘർഷം ഉണ്ടായതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാവ്, വനിതാ ലീഗ് നേതാവ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും അതിന് പിന്നാലെ നിരവധി ആളുകൾ സംഘടിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ജമാഅത്ത് കമ്മിറ്റി പ്രത്യേക നിർദ്ദേശപ്രകാരം, അതായത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന കാര്യം പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരാൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള വനിതാ ലീഗ് നേതാവായിട്ടുള്ള നഫീസത്ത് നാസറിനെതിരെയാണ് ഇപ്പോൾ ചന്തേര പോലീസ് കേസെടുത്തിട്ടുള്ളത്. കലാപമുണ്ടാകുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തി എന്നാണ് ഇവർക്ക് നിലവിലുള്ള കേസ്. എന്തായാലും ഇവർ ചെറുവത്തൂരിലെ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. വോട്ടെണ്ണലിന് പിന്നാലെ ഈ ചെറുവത്തൂരിൽ മടക്കരയിലും മുസ്ലിം ലീഗും CPM തമ്മിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷം നടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പള്ളി പൊളിക്കാൻ CPM നേതാക്കൾ LDF വരുന്നു, എല്ലാവരും ഓടി വരണമെന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയത്. എന്തായാലും തുരുത്തിയിലെ പള്ളി ആക്രമിച്ചു എന്നൊരു വ്യാജ പ്രചരണം ഇവർ നടത്തുകയായിരുന്നു. എന്തായാലും ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവണതകളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും ജമാഅത്ത് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ഇവരെ തള്ളി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം EP ജയരാജൻ അടക്കം ഈ കാര്യങ്ങൾ എടുത്തു പറയുകയും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവർക്കെതിരെ നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായിരുന്ന വനിതാ ലീഗ് നേതാവ് നഫീസത്ത് നാസറിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ ചന്തേര പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി, കാസർഗോഡ് ചെറുവത്തൂരിലാണ് ഇത്തരത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് വനിതാ നേതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നഫീസത്ത് നാസറിനെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ മടക്കരയിൽ മുസ്ലിം ലീഗ് CPM സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കലാപമുണ്ടാക്കുന്ന വിധത്തിലുള്ള ശബ്ദ സന്ദേശം ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഇതിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.